ഒരു ദിവസം കൊണ്ട് കക്കാടംപൊയിൽ പോയിട്ട് അവിടുത്തെ ഒരു 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടുവരാം. എങ്ങനെയാണെന്നല്ലേ ഞാൻ ഈ വീഡിയോയിലൂടെ അത് പറഞ്ഞുതരാം. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും അവിടെ എങ്ങനെ പോയി വരാം, സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. നമ്മളപ്പം ഇപ്പോൾ ഉള്ളത് കക്കാടംപൊയിലാണ്. കക്കാടംപൊയിൽ നിന്ന് 1 മണിക്ക് ഈ ബസ് എടുക്കും. ഇത് തിരുവമ്പാടിക്കാണ് നമ്മൾ പോകുന്നത്. ഈ റൂട്ടിൽ നമ്മൾ വരുമ്പോഴേ ഏറ്റവും കൂടുതൽ കാണുന്നതേ ജാതിക്കത്തോട്ടങ്ങളാണ്. ജാതിക്കത്തോട്ടമാണ് നമ്മുടെ ഈ കാണുന്ന കാഴ്ചകൾ. ഈ റൂട്ടിൽ കൂടുതലും ജാതിക്ക കൃഷിയാണുള്ളത്. അതുപോലെ തന്നെ കൊക്കോ കൃഷിയുണ്ട്, അതുപോലെ വാഴ, അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലും ഇവിടെ കാണുന്നത്. നമ്മൾ തിരിച്ച് തിരുവമ്പാടി ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നതേ 1 മണിക്ക് കക്കാടംപൊയിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സുണ്ട്. തിരുവമ്പാടിയിൽ നിന്ന് നമുക്ക് കോഴിക്കോട് ടൗണിലോട്ട് ഒരുപാട് ബസ്സുകളുണ്ട്. അപ്പോൾ നമ്മളിനി ആദ്യം ചെയ്യാൻ പോകുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പെരുന്നാളായതുകൊണ്ട് ഹോട്ടൽസൊക്കെ കുറവാൻ തോന്നുന്നുണ്ട്, നോക്കട്ടെ. ഞാനേ കോഴിക്കോട് വന്നാൽ എവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ തിരുവമ്പാടിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി തപ്പിയെടുക്കുകയാണ്. നല്ലൊരു ഹോട്ടലില്ല, എവിടെയാണെന്ന് അറിയില്ല. കുറേ ആൾക്കാർ ചോദിച്ചു ഓരോ ഹോട്ടൽ പറഞ്ഞില്ല, അവിടെ ചെല്ലുമ്പോൾ ചോറില്ല കറിയില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് ഒരു ഹോട്ടൽ തപ്പിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് കയറി കണ്ടോ. കോഴിക്കോടൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഫുഡ് കഴിക്കാം, എവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. ഇപ്പോൾ തിരുവമ്പാടിയിൽ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയില്ല എവിടെ നിന്ന് ഫുഡ് കിട്ടുമെന്ന്. അവിടെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഫുഡ് കാണുന്നുണ്ട്. പോയി നോക്കാം അവിടെ എന്താ ഉണ്ടാവുകയെന്ന്. ഒരു ബോർഡൊക്കെ ഉണ്ട്. അത് ഹോട്ടലല്ല, അതൊരു അല്ലല്ല ഇവിടെ പറഞ്ഞു, അതൊരു ഹോട്ടലല്ല, അതൊരു ഫാസ്റ്റ് ഫുഡ് വെച്ചാൽ അവിടെ പാർസൽ മാത്രമേ കിട്ടുള്ളൂ. ബീഫ് ഫ്രൈയും ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ. അപ്പോൾ ഇവിടെ വേറെ ഹോട്ടലുകളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ കുറേ പേരോട് ചോദിച്ചു എവിടെയാണ് ഹോട്ടലുള്ളതെന്ന്. ഓരോരുത്തരും ഓരോ ഹോട്ടലിൻ്റെ ഇതൊക്കെ പറയും. പക്ഷേ ആപ്പാടെ 2-3 ഹോട്ടലുകളേ ഉള്ളൂ തിരുവമ്പാടിയിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ആർക്കും അറിയുന്നില്ല എവിടെ ഹോട്ടലുള്ളത്, ആരും അങ്ങോട്ട് പറഞ്ഞു തരുന്നൊന്നുമില്ല. ഇതൊരു പെരിയാർ ഹോട്ടലാണ്, അടച്ചിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ വേറൊരാളോട് ചോദിച്ചപ്പോൾ കുറച്ച് മുകളിലോട്ട് പോയാൽ പുല്ലൂരമ്പാറ റൂട്ടിലൊരു ഹോട്ടലുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിന് പോയാൽ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് പോയി നോക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞാണ്, ഞാൻ രാവിലെ വേറൊരു ചായ കുടിച്ചിട്ടാണ് പോയത്. ഒരു ചായയും ഉള്ളിവടയും മാത്രമാണ് കഴിച്ചത്. അതുകൊണ്ടാണ് വിശപ്പ്. നമ്മൾ തിരുവമ്പാടി ടൗണിലൂടെ ഹോട്ടൽ അന്വേഷിച്ച് പേരപ്പാര നടക്കുന്ന കാഴ്ചയാണ്. അവസാനം അവിടെ ഒരു ഹോട്ടലുണ്ട്, വിനോദ്. നമ്മൾ അവിടെ നിന്ന് കയറി വെക്കാം. അങ്ങനെ നമ്മുടെ മുമ്പിലോട്ട് ഒരു ഇല അങ്ങോട്ട് വന്നു. ഇലയിലേക്ക് നല്ല ചോറങ്ങോട്ട് ഇട്ടു. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മീൻകറി അങ്ങോട്ട് ഒഴിച്ചു തന്നു. മീൻകറി ഒഴിച്ചു. ഇനി സാമ്പാർ എപ്പോൾ വരുമെന്ന് അറിയില്ല. സൈഡിലോട്ട് പച്ചടിയും മാങ്ങാച്ചാറും അതുപോലെ തന്നെ ഒരു ഉപ്പേരിയും വെച്ചു. സാമ്പാറുണ്ടെന്ന് പറഞ്ഞു, കിട്ടിയാൽ ഭാഗ്യം. കഴിച്ചു തുടങ്ങാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡാണ്. 50 രൂപയാണ് ഫുഡിൻ്റെ വില. പക്ഷേ സർവീസ് വളരെ മോശമാണ്. കാരണം ഞാൻ ഇച്ചിരി മാങ്ങാച്ചാർ ചോദിച്ചിട്ട് ചോറുണ്ട് കഴിയുന്നത് 2ാമത് മാങ്ങാച്ചാർ കൊണ്ട് തന്നിട്ടില്ല. അതുപോലെ തന്നെ ഇച്ചിരി മോര് ചോദിച്ചിട്ട് അതും കൊണ്ട് തന്നില്ല. മോര് ആദ്യം തന്നെ എനിക്ക് തന്നില്ല, ഞാൻ ചോദിച്ചിരുന്നു, അവർ കൊണ്ട് തന്നില്ല. അപ്പോൾ സർവീസ് വളരെ മോശമാണ്. ഫുഡ് നല്ല ഫുഡാണ്. ചോറിന് 50 രൂപയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വിശപ്പ് മാറി. ഇനി നേരെ കോഴിക്കോട്ടേക്ക് വിളിക്കാം.
തിരുവമ്പാടി ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് ഒരുപാട് ബസ്സുണ്ട് കോഴിക്കോട്ടേക്ക്. അപ്പം പ്രൈവറ്റും ഉണ്ട്, KSRTC ഉണ്ട്. KSRTC ഉണ്ട്, നമുക്കതിന് പോകാം. അതായിരിക്കും നല്ലത്. നോക്കാം. നമ്മളപ്പം കക്കാടംപൊയിലിലെ ഒരു 1 ഡേ ട്രിപ്പ് നടത്തി. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം. കോഴിക്കോട് നിന്ന്, അതായത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 7:10 കക്കാടംപൊയിൽ നായാടുംപൊയിൽ ബസ്സുണ്ട്. ഒറ്റ KSRTC ബസ് മാത്രമേ അങ്ങോട്ട് സർവീസ് ഉള്ളൂ, ഓർക്കണം. അത് നായാടുംപൊയിൽ, കക്കാടംപൊയിൽ കഴിഞ്ഞിട്ട് നായാടുംപൊയിൽ എന്ന സ്ഥലത്തെത്തും. ഒരു 10:30-10:45 ആകുമ്പോഴത്തേന് അത് നായാടുംപൊയിലെത്തും. അവിടെ നമുക്ക് 3 ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. 2 എണ്ണം നായാടുംപൊയിൽ തന്നെയാണ്. അതായത് കുരിശുമലയും സ്വർഗ്ഗക്കുന്നും. ഇത് രണ്ടും നമ്മൾ ചെയ്തതാണ്. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം പ്രയോജനകരമാണ്. നല്ല ഒരു അനുഭവമായിരിക്കും. നമുക്ക് കുരിശുമലയും അതേപോലെ തന്നെ സ്വർഗ്ഗക്കുന്നും കയറാൻ. അതിന് വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കക്കാടംപൊയിൽ കഴിഞ്ഞ് നായാടുംപൊയിൽ എത്തുന്നതിന് മുന്നായിട്ടാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം ഉള്ളത്. അതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കയറി കണ്ടോളൂ. അതും ഞാനിതിൽ ലിങ്കിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഈ 3 സ്ഥലങ്ങളാണ് കക്കാടംപൊയിലിൽ കാണാനുള്ളത്. പക്ഷേ ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് നമ്മൾ കക്കാടംപൊയിലിൽ എത്തുന്നതെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചയായിരിക്കും. ഊട്ടിയും ഗവിയും മൂന്നാറൊന്നും ഒന്നുമല്ല, അത്രയ്ക്ക് നല്ല കോടയൊക്കെ നിറഞ്ഞ് വളരെ മനോഹരമായ ഒരു സ്പേസാണ് കക്കാടംപൊയിൽ. ഒരുപാട് ടൂറിസ്റ്റ് ആളുകൾ, വിനോദസഞ്ചാരികൾ വന്നു ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് കക്കാടംപൊയിൽ. അടിപൊളി സ്പോട്ട് പറഞ്ഞാൽ അടിപൊളി സ്പോട്ടാണ്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ, അതായത് ഞാൻ ഇതിന് മുന്നേ കാണിച്ച വീഡിയോയിൽ നിങ്ങൾക്കറിയാം, അതായത് നമുക്ക് നായാടുംപൊയിൽ നിന്നും കക്കാടംപൊയിലോട്ട് ഒരൊറ്റ ബസ്സേ ഉള്ളൂ, രാവിലെ പോയി വരുന്ന ബസ് മാത്രം. പിന്നീട് വൈകുന്നേരമാണ് ആ ബസ് ഉള്ളത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വാഹനമില്ലെങ്കിൽ നമ്മൾ കക്കാടംപൊയിലോട്ട് എങ്ങനെയെങ്കിലും ഓട്ടോയിലോ അല്ലെങ്കിൽ ജീപ്പിലോ അങ്ങനെ എങ്ങനെയെങ്കിലും എത്തിച്ചേരണം. ഞാൻ കുറച്ച് നടന്നിട്ട് ഒരു ബൈക്കുകാരൻ എന്നെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിച്ചു. അവിടെ ഞാൻ കോഴിപ്പാറ വെള്ളച്ചാട്ടം കണ്ടു. തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു ലിഫ്റ്റ് ചോദിച്ച് അതിന് കക്കാടംപൊയിലെത്തി. കക്കാടംപൊയിൽ നിന്ന് 1 മണിക്ക് തിരുവമ്പാടിക്ക് ബസ്സുണ്ട്. അതുപോലെ തന്നെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും നിലമ്പൂർക്ക് ബസ്സുണ്ട് കേട്ടോ. കക്കാടംപൊയിൽ നിന്ന് നിലമ്പൂർക്ക് ബസ്സുണ്ട്. കോഴിക്കോട്ടേക്ക് നമുക്ക് വരണമെങ്കിൽ കക്കാടംപൊയിൽ വന്നിട്ട് വരണം. അപ്പോൾ കക്കാടംപൊയിൽ നിന്ന് നമുക്ക് പിന്നെ തിരുവമ്പാടിക്ക് ബസ് കിട്ടി. തിരുവമ്പാടി ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്തത്. കുറേ അറിഞ്ഞു തിരിയേണ്ട വന്നു. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് തിരുവമ്പാടിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ബസ്സുണ്ട്. കോഴിക്കോട്ടേക്ക് തിരുവമ്പാടിയിൽ നിന്ന് ഒരുപാട് ബസ്സുണ്ട്. ശ്രദ്ധിക്കണം, നായാടുംപൊയിലോട്ട് ഒരൊറ്റ ബസ് മാത്രം പോകുന്ന സ്ഥലമാണ് നായാടുംപൊയിൽ. അവിടെയാണ് കാഴ്ചകളുടെ വസന്തമുള്ളത്. പിന്നെ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ മാത്രമാണ് ടിക്കറ്റ് നിരക്കുള്ളത്. കുരിശുമല കയറാനും സ്വർഗ്ഗക്കുന്ന് കാണാനും നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അത് സർക്കാരിൻ്റെ കീഴിലല്ല വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെന്ന് കയറുകയാണ്. പിന്നെ ജീപ്പ് സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നടക്കാൻ പറ്റാത്തവർക്ക് ജീപ്പിലൊക്കെ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടുവരാം. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞതാണ്. ആ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.